തുടക്കത്തിൽ പ്രപഞ്ചം ഇരുണ്ടതും ശൂന്യവുമായിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ ശബ്ദം സംസാരിച്ചു. അങ്ങനെ നമുക്കറിയാവുന്ന ഇന്നത്തെ ലോകം ഉണ്ടായി. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വെളിച്ചം ഉണ്ടായതു മുതൽ ദൈവം ആദാമിനെയും ഹവ്വയെയും ഉണ്ടാക്കിയതുവരെയുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ കഥയാണ്. ഒന്നാം ദിവസം ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചം പൊട്ടിപ്പുറപ്പെട്ടു. ഇരുട്ടിൽ നിന്ന് അതിനെ വേർപെടുത്തി. അങ്ങനെ പകലും രാത്രിയും പിറന്നു. രണ്ടാം ദിവസം ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു. മുകളിലുള്ള വെള്ളത്തെയും താഴെയുള്ള വെള്ളത്തെയും വേർതിരിക്കുകയും ഭൂമിയിലുടനീളം ഒരു വിശാലമായ വിതാനം രൂപപ്പെടുത്തുകയും ചെയ്തു. മൂന്നാം ദിവസം വെള്ളം താഴ്ന്നു, കരയും കടലും വേർതിരിക്കപ്പെട്ടു. ഭൂമിയിൽ സമൃദ്ധമായി സസ്യജാലങ്ങളും മരങ്ങളും മുളച്ചു. നാലാം ദിവസം ദൈവം പകൽ ഭരിക്കാൻ സൂര്യനെയും രാത്രി ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സ്ഥാപിച്ചു. അങ്ങനെ സമയത്തിന് ക്രമം വരുത്തി. അടുത്തതായി അഞ്ചാം ദിവസം ദൈവം സമുദ്രങ്ങളെ ജലജീവികളാലും ആകാശത്തെ പക്ഷികളാലും നിറച്ചു. ആറാം ദിവസം ദൈവം കരയിലെ ജീവികളെ സൃഷ്ടിച്ചു. പിന്നീട് മണ്ണിൽ നിന്ന് മനുഷ്യനെയും അവന്റെ വാരിയെല്ലിൽ നിന്ന് സ്ത്രീയെയും സൃഷ്ടിച്ചു. ഭൂമിയെ നിറയ്ക്കാനും പരിപാലിക്കാനും അവൻ അവരെ അനുഗ്രഹിച്ചു. ഒടുവിൽ ഏഴാം ദിവസം ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം കണ്ടു. അത് വളരെ നല്ലതായിരുന്നു. അന്ന് അവൻ വിശ്രമിച്ചു, തന്റെ സൃഷ്ടി പ്രവൃത്തി പൂർത്തിയാക്കി.